നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാനിൽ സംഗീതം, മഞ്ഞിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ. ക്രിസ്മസ് കാലമായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി അല്ലേ. വാനിൽ സംഗീതം എന്ന് തുടങ്ങുന്ന ഗാനം ക്രിസ്മസ് പാട്ടുകൾ കേൾക്കുന്നവർ, പ്രത്യേകിച്ച് മലയാളം ക്രിസ്മസ് പാട്ട് കേൾക്കുന്നവർ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. 1990 ഇറങ്ങിയ സ്നേഹപ്രകാശം എന്ന ആൽബത്തിലാണ് ഈ പാട്ട് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഫാദർ തദ്ദേവൂസ് അരവിന്ദത്താണ്. സംഗീതം നൽകിയിരിക്കുന്നത് യേശുദാസിന്റെ ട്രൂപ്പിലെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആയിരുന്ന ജേഴ്സൺ ആന്റണിയാണ്. ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്. തരങ്കിണിയാണ് ഈ പാട്ടിന്റെ റെക്കോർഡ് ലേബൽ. ഈ പാട്ടിന് AR റഹ്മാനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒരു മടിയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നുവല്ലേ കേട്ടോ. വാനിൽ സംഗീതം എന്ന ഗാനത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു, റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കോറസ് ഭാഗം റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. ഗ്ലോറിയ എന്ന് പറയുന്ന ഭാഗത്ത് ഗ്ലോറിയ എന്ന് പറയുന്ന ഭാഗം, അത് ഒരു കോറസ് ടീമിനെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ചെന്നൈയിലുള്ള കല്യാൺ ആൻഡ് ജോ എന്ന ടീമായിരുന്നു അത് പാടേണ്ടിയിരുന്നത്. അവരെ ഒരു കോറസ് പോർഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൽ ഏതൊക്കെ വേരിയേഷൻസ് ആണ് വേണ്ടത് അതൊക്കെ അവർ തന്നെ ചിട്ടപ്പെടുത്തി 4-5 പേരുള്ള കോറസായിട്ട് വന്ന് അവർ പാടും. ഏതൊക്കെ വേരിയേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഈ ക്രിസ്ത്യൻ സോങ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതിൽ കോറസ് പോർഷനിൽ പല ലെവലുകളിലായിട്ട് വോയിസ് കേൾക്കാം, അല്ലെങ്കിൽ പോളിഫോണിക്കായ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. പ്രധാനമായിട്ടും ബേസ്, ടെനർ, ഓൾട്ടോ, സൊപ്രാനോ എന്ന് പറയുന്നതാണ് ഈ 4 വേരിയേഷൻസ്. അത് ഒരുമിച്ച് വരുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. കല്യാൺ ആൻഡ് ജോ ടീം മെലഡി മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏതൊക്കെയാണോ വേണ്ടത് ആ പോർഷൻസ് അവർ തന്നെ കമ്പോസ് ചെയ്ത് അവർ വന്ന് പാടിയിട്ട് പോകും. ഈ ഒരു പോർഷൻ പാടുന്നതിന് വേണ്ടി 5000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. ജേഴ്സൺ ആന്റണി ഉടൻ തന്നെ യേശുദാസിൻ്റെ മാനേജറായിരുന്ന അദ്ദേഹം യേശുദാസിൻ്റെ ഭാര്യയുടെ സഹോദരനാണ്, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ചിലവ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ജേഴ്സൺ ആന്റണി ആലോചിക്കുമ്പോഴാണ് AR റഹ്മാനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, AR റഹ്മാനുമായിട്ടുള്ള പരിചയം. ഇദ്ദേഹം ശ്യാം എന്ന സംഗീത സംവിധായകൻ്റെ ടീമിലുണ്ടായിരുന്ന സമയത്ത് ഇളയരാജയുടെ ഓർക്കസ്ട്രേഷൻ ടീമിലുണ്ടായിരുന്ന ആളാണ് AR റഹ്മാൻ. ഇവരെ പാട്ടുകളുടെ ഓർക്കസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് റെക്കോർഡിങ്ങായിട്ട് ബന്ധപ്പെട്ടും പരസ്പരം കാണാറുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെയുള്ള പരിചയമുണ്ട്. മാത്രമല്ല AR റഹ്മാന് ഗുരുതുല്യനായ വ്യക്തിയാണ് MK അർജുനൻ മാസ്റ്റർ. ഈ MK അർജുനൻ മാസ്റ്ററെ കാണാൻ പോകുന്ന സമയത്തൊക്കെ AR റഹ്മാനുമായിട്ട് പരിചയപ്പെടാൻ സംസാരിക്കാനുള്ള അവസരം ജേഴ്സൺ ആന്റണിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിചയമുണ്ട്. മാത്രമല്ല മുന്നൊരിക്കൽ AR റഹ്മാൻ ഒരാൾ പാടിയ പോർഷനും കൊണ്ട് കോറസ് കീബോർഡിൽ തന്നെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയും പരിചയം വെച്ചിട്ടാണ് ജേഴ്സൺ ആന്റണി AR റഹ്മാനെ വിളിക്കുന്നത്. AR റഹ്മാൻ വരാമെന്ന് സമ്മതിക്കുന്നു. ആ പാട്ടിൻ്റെ കോറസിൽ ഒരാൾ പാടുന്ന ഭാഗം അത് പാടിയിട്ടിരിക്കുന്നത് ജേഴ്സൺ ആന്റണി തന്നെയാണ്. പിന്നീട് ആ പാടിയിട്ട ഭാഗം AR റഹ്മാൻ കീബോർഡിലൂടെ അത് പല ലെവലിലേക്കാക്കി മാറ്റി ഒരു കോറസായിട്ട് ബിൽഡ് ചെയ്തെടുത്തു. ഇന്നത്തെ കാലത്ത് അത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണ്. ഞങ്ങൾ എൻ്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ, ഇതിൻ്റെ പേരിൽ ആ പാട്ട് കാണണമെന്ന് ഞാൻ പറയില്ല. മഞ്ഞിൻ തുള്ളികൾ എന്ന് പറയുന്ന പാട്ട് 2-3 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ക്രിസ്മസ് കാരൽ സോങ്ങാണ്. ആ പാട്ടിന് 2 കോറസ് ഉണ്ട്. അതിൽ ഞങ്ങൾ ആ വരി പാടിയിട്ട് പോലുമില്ല, ആ വാക്ക് മാത്രം എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് കോറസ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള സാഹചര്യം ഇന്നത്തെ ടെക്നോളജിയിലുണ്ട്. പക്ഷേ പണ്ട് ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടില്ല. ആ സമയത്താണ് AR റഹ്മാൻ തൻ്റെ ആ പ്രതിഭ ഉപയോഗിച്ചിട്ടാണ് കീബോർഡിലൂടെ ഒരാൾ പാടിയ ഭാഗത്തിൽ നിന്നൊരു കോറസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇതൊരു കഥ. മറ്റൊരു കഥ റാഞ്ചറോ സ്പീക്കിംഗ് എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്, കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ പോകുന്ന സമയത്തുള്ളൊരു പാട്ടുണ്ടല്ലോ, കളിക്കളം ഒരു പടക്കളം എന്ന് പറയുന്നൊരു പാട്ട്. ആ പാട്ട് സത്യത്തിൽ ആദ്യം ഇവരുടെ ആലോചനയിൽ ഇല്ലാത്തൊരു പാട്ടായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ബാക്കിയുള്ള പാട്ടുകളുടെ ഓർക്കസ്ട്രേഷനും റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പാട്ട് മാത്രമുണ്ട്. അതിൻ്റെ ഈണം S ബാലകൃഷ്ണനാണ് നൽകിയിരിക്കുന്നത്. S ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തന്നെ സിദ്ദിഖ് ലാലാണ്. നിങ്ങൾ ആ സിനിമയുടെ ടൈറ്റിലിൽ കാണാം, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ സംഗീത സംവിധായകൻ S ബാലകൃഷ്ണ. ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യമാണ്. വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് AR റഹ്മാനാണ്. സ്റ്റുഡിയോയിലേക്ക് സിദ്ദിഖ് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പയ്യൻ ഒരു കീബോർഡുമായിട്ടിരിക്കുന്നു, ഒരു പയ്യൻ ഒരു പെട്ടിയുമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാലാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ സ്റ്റുഡിയോയിലുള്ളവരോട് ചോദിച്ചു, ഓർക്കസ്ട്രേഷന് വേറെ ആരും വന്നിട്ടില്ലേ? സ്റ്റുഡിയോയിലുള്ളവർ പറഞ്ഞു
ആ പുള്ളി മാത്രം മതി എന്ന് പറഞ്ഞു. സിദ്ദിഖിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പയ്യനൊരു കീബോർഡ് മാത്രം വെച്ച് എങ്ങനെയാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്? പക്ഷേ സിദ്ദിഖിൻ്റെ സംശയത്തെ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ കീബോർഡ് മാത്രം വെച്ചിട്ടാണ് AR റഹ്മാൻ കളിക്കളം എന്ന പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ സംഭവം പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നുണ്ട്. കാരണം ഇതുമായിട്ട് സിദ്ദിഖ് പറഞ്ഞ ഈ കാര്യമായിട്ട് ചെറിയ രീതിയിൽ കോൺഫ്ലിക്റ്റ് ആവുന്നൊരു കാര്യമാണ്. എസ് ബാലകൃഷ്ണയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം 2015 ഹിന്ദുവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ പറയുന്ന അനുസരിച്ചിട്ട് ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് AR റഹ്മാനും ശിവമണിയും ചേർന്നിട്ടാണ് എന്നാണ്. ശിവമണി ചിലപ്പോൾ അതിൻ്റെ ഡ്രംസ് പോർഷൻ മാത്രമായിരിക്കും വായിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത് AR റഹ്മാൻ ആയിരിക്കാം. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ സിദ്ദിഖിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. അതേപോലെ തന്നെ ജേഴ്സൺ ആൻ്റണി സാർ വ്യക്തിപരമായി പറഞ്ഞൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാനിൽ സംഗീതം എന്ന ഗാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ കഥ പറയുമ്പോൾ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഉദാഹരണമായി മൃഗയ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ താരതമ്യേന നവാഗത പ്രതിഭയായിരുന്നു ലോഹിതദാസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. മുക്തി എന്ന സിനിമ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ കോളിളക്കം എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് സുന്ദരം അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ അത് കാണാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, നമ്മൾ സിനിമ തുടങ്ങുന്ന സീക്വൻസിലല്ലോ സിനിമ റിലീസാകുന്നത്. ഒരു സിനിമ തുടങ്ങി ചിലപ്പോൾ വേറൊരു സിനിമ ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി അത് റിലീസായിട്ടുണ്ടാകും. ആദ്യം തുടങ്ങിയ സിനിമ ചിലപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തത പലപ്പോഴും കിട്ടില്ല. ഏത് സിനിമയായിരിക്കും ആദ്യം തുടങ്ങിയത്, ആദ്യം റിലീസ് ചെയ്ത സിനിമയാണോ ആദ്യം തുടങ്ങിയത്, അല്ലെങ്കിൽ രണ്ടാമത് റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് ആദ്യം തുടങ്ങിയത്, തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത നമ്മൾക്കുണ്ടാവില്ല. അത്തരം സാഹചര്യത്തിൽ ഈ പ്രതിഭകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കല്ലുകടി ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരം കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതെ മാറ്റിവെക്കും. അവരൊഴുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും അത്തരം തിരുത്തലുകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ AR റഹ്മാൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പോലും പ്രതിഭ എത്രമാത്രം വെളിവാക്കപ്പെട്ടിരുന്നു എന്നതിന് തെളിവായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു കഥ പറച്ചിലുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.